അപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന അടുത്തിടയ്ക്ക് കുഞ്ഞികൃഷ്ണന്റെ അദ്ദേഹത്തിന് പുസ്തകം ഇറങ്ങിയല്ലോ, ഞാൻ ആ പുസ്തകം തന്നെ വായിച്ചാളാം. സെയിം ഡേ തന്നെ ആ പുസ്തകം വായിച്ചു, ഒറ്റ സമ്മതിയെ പുസ്തകം വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളിനകത്ത് വസ്തുനിഷ്ഠമായുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ തിരുത്തപ്പെടാൻ സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഒരു സംഗതിയിൽ തിരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയത വേണ്ടേ? ഈ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ, ഇപ്പം ചേട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ റഷ്യയിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം അവസാനിച്ചതുപോലെ ഇവിടെയും അങ്ങനെ ഒരു കമ്മ്യൂണിസം അവസാനിക്കുകയാണ്. ഇത് വെറും ഒരു പറ്റിപ്പായിരുന്നു എന്ന് തന്നെ, ജനത്തെ പറ്റിക്കുകയായിരുന്നു, ഇപ്പോഴും പറ്റിക്കുകയാണ്. ഒരു സംശയക്കാര്യത്തിലില്ല. കേരളത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് ശരിക്കും. സ്വാഭാവികമായ ഒരു അന്ത്യത്തിലേക്ക് അടുക്കുകയാണത്. അവസാനത്തെ മുഖ്യമന്ത്രി അവരെ സംബന്ധിച്ച് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന സെക്രട്ടറി ആകാൻ യോഗം മിക്കവാറും ബേബിക്കാവാൻ സാധ്യത കൂടുതലാണ്.